ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ സംസ്ഥാനത്ത് വിലക്കയറ്റം പിടിച്ചു നിർത്താനുള്ള ശക്തമായ കർമ്മ പദ്ധതിക്ക് സർക്കാർ ഉടൻ രൂപം കൊടുക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജനങ്ങളെ ചൂഷണം ചെയ്ത് പോക്കറ്റ് വീർപ്പിക്കാമെന്ന് ആരും കരുതേണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സപ്ലൈകോയുടെ ക്രിസ്മസ് മെട്രോ ഫെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഉത്സവകാലത്തെ വിപണി ഇടപെടലിന്റെ ഭാഗമായുള്ള സപ്ലൈകോയുടെ ക്രിസ്മസ് മെട്രോ ഫെയറിന് തലസ്ഥാനത്ത് തുടക്കമായി. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി പി തിലോത്തമൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്രിസ്മസ് മെട്രോ ഫെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു. സർക്കാർ ശക്തമായൊരു കർമ്മ പദ്ധതി ആവിഷ്കരിക്കുകയാണ്. ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ വിലക്കയറ്റം നിയന്ത്രിക്കുക എന്ന സമീപനമാണ് സർക്കാരിനുള്ളത്. ജനങ്ങളെ ചൂഷണം ചെയ്ത് പോക്കറ്റ് വീർപ്പിച്ച് കളയാം എന്ന് ആരും കരുതരുത്. കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും ഒരു കാരണവശാലും സംസ്ഥാനത്ത് അനുവദിക്കില്ല. റെക്കോർഡ് വിൽപ്പനയായിരുന്നു കഴിഞ്ഞ ഓണക്കാലത്തെ മെട്രോ ഫെയറുകളിലൂടെ ഉണ്ടായതെന്ന് മന്ത്രി പി തിലോത്തമൻ പറഞ്ഞു. മാവേലി ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നിർവഹിച്ചു. 5 ജില്ലകളിലാണ് മെട്രോ ഫെയറുകൾ ഒരുക്കിയിട്ടുള്ളത്. അരി, പലവ്യഞ്ജനം, ഇറച്ചി, പച്ചക്കറി എന്നിവ വിലക്കുറവിൽ മെട്രോ ഫെയറിൽ ലഭ്യമാണ്. 441 ക്രിസ്മസ് ചന്തകൾ ഇക്കുറി സംസ്ഥാനത്തുടനീളമുണ്ടാകും. ഡിസംബർ 24 വരെ മെട്രോ ഫെയറുകൾ പ്രവർത്തിക്കും. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ജയലളിതയുടെ മരണത്തിലെ ദുരൂഹത ശരിവെച്ച ലീജിയൻ ഹാക്കർ ഗ്രൂപ്പ് അപ്പോളോ ആശുപത്രിയുടെ സെർവർ ഹാക്ക് ചെയ്തതായി ലീജിയൻ വാഷിംഗ്ടൺ പോസ്റ്റ് നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തി. വിവരങ്ങൾ പുറത്തുവിട്ടാൽ ഇന്ത്യയിൽ കലാപമുണ്ടാകുമെന്നും ലീജിയണിന്റെ മുന്നറിയിപ്പ്. വാഷിംഗ്ടൺ പോസ്റ്റ് നൽകിയ അഭിമുഖത്തിലാണ് ഹാക്കർ ഗ്രൂപ്പായ ലീജിയൻ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തുവിട്ടത്. അപ്പോളോ ആശുപത്രിയുടെ സെർവർ ചോർത്തിയതായാണ് ലീജിയൻ അവകാശപ്പെടുന്നത്. അപ്പോളോയുടെ സെർവറിൽ നിന്ന് ലഭിച്ചത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണെന്നും ഈ വിവരങ്ങൾ പുറത്തുവിട്ടാൽ ഇന്ത്യയിൽ കലാപമുണ്ടാകുമെന്നും ലീജിയൻ മുന്നറിയിപ്പ് നൽകുന്നു. ജയലളിതയുടെ മരണത്തിൽ പ്രചരിക്കുന്ന ദുരൂഹതയെ ഹാക്കർമാർ ശരിവെക്കുകയാണെന്നതാണ് അതിനർത്ഥം. ക്രിമിനലുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഇന്ത്യയിലെ ജനങ്ങൾ പിന്തുണയ്ക്കണമെന്നും ലീജിയൻ അഭ്യർത്ഥിക്കുന്നു. നേരത്തെ AICCയുടെയും രാഹുൽ ഗാന്ധിയുടെയും വിജയ് മല്യയുടെയും ട്വിറ്റർ ഹാക്ക് ചെയ്തത് ലീജിയനാണ്. ഇന്ത്യയിലെ സർക്കാർ വെബ്സൈറ്റുകൾ ഹാക്ക് ചെയ്യുമെന്നും അടുത്ത ലക്ഷ്യം മുൻ IPL ചെയർമാൻ ലളിത് മോദിയാണെന്നുകൂടി ലീജിയൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇന്ത്യയിലെ ബാങ്കുകളെല്ലാം ഹാക്ക് ചെയ്യാൻ എളുപ്പമാണെന്നുകൂടി ലീജിയൻ മുന്നറിയിപ്പ് നൽകിയതോടെ രാജ്യത്തെ വിവര സംവിധാനം ആകെ താറുമാറാകുകയാണോ എന്ന ആശങ്ക കൂടി നിലനിൽക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്. അമേരിക്ക ഇന്ത്യ പ്രതിരോധ പങ്കാളിത്തത്തിൽ ആശങ്ക അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി കത്തയച്ചു. ഉടമ്പടിയുടെ വിശദാംശങ്ങൾ പാർലമെന്റിൽ വിശദീകരിക്കാത്തത് ദുരൂഹമാണെന്ന് കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. ഈ മാസം 8-ാം തീയതി പ്രതിരോധ മന്ത്രി മനോഹർ പരീക്കറും അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ആഷ്ടൺ കാർട്ടറും സംയുക്ത പ്രസ്താവനയിലൂടെയാണ് ഇന്ത്യ അമേരിക്കയുടെ പ്രതിരോധ പങ്കാളിയായതായി പ്രഖ്യാപിച്ചത്. അമേരിക്കയുടെ മറ്റ് സഖ്യകക്ഷികൾക്ക് സമാനമായ വിശിഷ്ട പദവി ഇന്ത്യക്ക് കൂടി ലഭിക്കുന്നുവെന്നാണ് പ്രസ്താവനയിൽ പറയുന്നത്. എന്നാൽ ഇത് ഇന്ത്യ കാലങ്ങളായി തുടരുന്ന സ്വതന്ത്ര വിദേശ നയത്തിൽ നിന്നുള്ള വ്യതിചലനമാണെന്ന് സീതാറാം യെച്ചൂരി പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. പാർലമെന്റിനെ വിശ്വാസത്തിലെടുക്കാതെയാണ് സർക്കാർ ഉടമ്പടിയുമായി മുന്നോട്ടു പോയതെന്നാണ് കത്തിൽ പറയുന്നത്. ഉടമ്പടിയിലെ വിശദാംശങ്ങൾ അമേരിക്ക പ്രസിദ്ധപ്പെടുത്തുകയും പരസ്യമാക്കുകയും ചെയ്തു. എന്നാൽ ഉടമ്പടി പ്രകാരം ഇന്ത്യക്കുള്ള ബാധ്യതകൾ സർക്കാർ രഹസ്യമായി വയ്ക്കുന്നത് ദുരൂഹമാണ്. സുപ്രധാന ഉടമ്പടിയെക്കുറിച്ച് പാർലമെന്റിൽ പ്രസ്താവന നടത്താൻ പോലും സർക്കാർ തയ്യാറായിട്ടില്ല. ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങൾ അമേരിക്കയ്ക്ക് സൂക്ഷ്മ പരിശോധന നടത്താൻ കഴിയുന്ന തരത്തിലുള്ള നിബന്ധനകൾ ഉടമ്പടിയിലുണ്ട്. ഇത് ഇന്ത്യയുടെ പ്രതിരോധം അമേരിക്കയുടെ കീഴിലാകുന്നതിന് വഴിവെക്കും. ഇന്തോ ഏഷ്യ പസഫിക് മേഖലയിലും ദക്ഷിണേഷ്യൻ മേഖലയിലുമുള്ള അമേരിക്കൻ ഇടപെടലുകൾക്ക് ഇന്ത്യയുടെ സഹകരണമുണ്ടാകുമെന്നും ഉടമ്പടിയിൽ എടുത്തു പറയുന്നു. ഇന്ത്യ തുടരുന്ന സ്വതന്ത്ര വിദേശ നയത്തിന് പൂർണ്ണമായും എതിരാണിതെന്നും യെച്ചൂരി ചൂണ്ടിക്കാട്ടി. ഉടമ്പടിയിലെ വിശദാംശങ്ങൾ ജനപ്രതിനിധികളെ അറിയിക്കാത്തത് 130 കോടി ജനങ്ങളോടുള്ള അനാദരവാണ്. അതിനാൽ വിശദാംശങ്ങൾ ഉടൻ പാർലമെന്റിനെ അറിയിക്കണമെന്നും ഇന്ത്യയുടെ പരമാധികാരം അമേരിക്കയ്ക്ക് അടിയറ വയ്ക്കരുതെന്നുമാണ് കത്തിലെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, ദില്ലി. രാജ്യം ആഭ്യന്തര ഭക്ഷ്യോൽപാദന പ്രതിസന്ധിയിൽ. കർഷകർക്ക് വിത്ത് വിതരണം ചെയ്യുന്നത് കാർഷിക കേന്ദ്രങ്ങൾ നിർത്തിവെച്ചു. വിത്ത് വിതരണ കേന്ദ്രങ്ങളിൽ പഴയ നോട്ടുകൾ സ്വീകരിക്കില്ലെന്ന് SBI അറിയിച്ചതോടെയാണ് പ്രതിസന്ധി രൂക്ഷമായിരിക്കുന്നത്. വിത്ത് വാങ്ങാൻ അസാധുവായ നോട്ടുകൾ ഉപയോഗിക്കാമെന്നായിരുന്നു കേന്ദ്രത്തിന്റെ ഉറപ്പ്. ഇതോടെ രാജ്യത്ത് 82% കൃഷിഭൂമിയിലും വിത്തിറക്കിയിട്ടില്ല.
കാർഷിക മേഖലയിൽ ഒരു പ്രതിസന്ധിയും ഉണ്ടാകില്ലെന്നും അസാധുവാക്കിയ നോട്ടുകൾ ഉപയോഗിച്ചും കർഷകർക്ക് വിത്ത് വാങ്ങാനാകുമെന്നുമായിരുന്നു നവംബർ 21-ന് കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപനം. എന്നാൽ വിത്ത് വിതരണ കേന്ദ്രങ്ങൾ പഴയ നോട്ടുകൾ കർഷകരിൽ നിന്ന് സ്വീകരിച്ചാൽ ആ തുക സ്വീകരിക്കില്ലെന്നാണ് SBI അറിയിച്ചിരിക്കുന്നത്. കർഷകർക്ക് വിത്ത് നൽകാൻ സ്വീകരിച്ച പണം വകുപ്പ് അക്കൗണ്ടുകൾ ഉണ്ടാക്കി അതിൽ നിക്ഷേപിച്ച് പിന്നീട് ഗവൺമെന്റ് അക്കൗണ്ടുകളിലേക്ക് കൈമാറ്റം ചെയ്യാനും SBI നിർദ്ദേശിച്ചു. എന്നാൽ വിത്ത് വിതരണ കേന്ദ്രങ്ങളിൽ ഇത്തരമൊരു അക്കൗണ്ട് ഇല്ലാത്ത സ്ഥിതിയാണ്. ഈ സാഹചര്യത്തിൽ 1 മാസത്തോളമായി വിത്ത് വിതരണ കേന്ദ്രങ്ങൾ വിത്തുകൾ വിതരണം ചെയ്യുന്നത് പൂർണ്ണമായി നിർത്തിവച്ചിരിക്കുകയാണ്. റാഗി, ഗോതമ്പ് അടക്കമുള്ള വിളകളുടെ വിത്തിറക്കേണ്ട സമയത്താണ് വിത്ത് പോലും ലഭിക്കാതെ കർഷകർ നട്ടം തിരിയുന്നത്. നേരത്തെ തന്നെ മിക്ക കർഷകരും തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യക്കാർ കുറഞ്ഞതോടെ കൃഷിഭൂമിയിൽ തന്നെ ഉപേക്ഷിച്ച് പ്രതിഷേധിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് രാജ്യത്തെ 82% കൃഷിഭൂമികളിലും വിളയിറക്കാൻ ആകാത്തത്. ഇതിനിടയിൽ കേന്ദ്ര സർക്കാർ വിദേശ ഗോതമ്പിനങ്ങളുടെ ഇറക്കുമതി ചുങ്കം മുഴുവനായി തന്നെ വെട്ടിക്കുറച്ചു. ഗുണമേന്മയില്ലാത്ത വിദേശ ഗോതമ്പിനങ്ങൾ 1200 രൂപയ്ക്കും ഇനി മുതൽ വിപണികളിൽ ലഭിക്കും. ആഭ്യന്തര ഗോതമ്പുകൾക്ക് മിനിമം വിപണി വില 1625 രൂപയാണ്. പുറത്തുനിന്നൊരു ഡംപിംഗ് വലിയ വലിയ കോർപ്പറേറ്റ് കമ്പനീസ്, കാർഗിൽ, ITC, അദനി, റിലയൻസ്, ഇവരൊക്കെയാണ് അതിൻ്റെ ലാഭം കൊയ്യുന്നത്. കർഷകന് നഷ്ടം മാത്രമേ. അതിനാൽ തന്നെ ഓസ്ട്രേലിയ, ഉക്രൈൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദേശ ഗോതമ്പിനങ്ങളാകും ഇനി വിപണികൾ കീഴടക്കുക. കള്ളപ്പണം ഇല്ലാതാക്കി പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള പദ്ധതി എന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ അവകാശവാദം. എന്നാൽ കാർഷിക മേഖല മുഴുവനായി തന്നെ സ്തംഭിപ്പിച്ച് കോർപ്പറേറ്റ് അഗ്രികൾച്ചറിലേക്ക് കാര്യങ്ങൾ വിരൽ ചൂണ്ടുന്നതിലേക്കാണ് സർക്കാരിന്റെ ഇപ്പോഴത്തെ തീരുമാനം വഴിവെക്കുക. ക്യാമറാമാൻ രാജീവ് കണ്ണാടിക്കൊപ്പം മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. ജലഗതാഗത വകുപ്പിന്റെ ബോട്ടുകളിൽ ഇനി സിനിമാ പ്രദർശനവും. ബോട്ട് യാത്രക്കിടയിൽ അപകടം സംഭവിച്ചാൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകളും മാലിന്യങ്ങൾ കായലിൽ എറിയാതിരിക്കാനുള്ള ബോധവൽക്കരണവുമാണ് തുടക്കത്തിൽ പ്രദർശിപ്പിക്കുന്നത്. ഭാവിയിൽ പരസ്യചിത്രങ്ങളും സിനിമകളും പ്രദർശിപ്പിക്കും. കായൽ മലിനീകരണം രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് ജലഗതാഗത വകുപ്പ് മുൻകൈയെടുത്ത് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ഒരുങ്ങുന്നത്. ഇതിന്റെ ഭാഗമായി 10 മിനിറ്റ് ദൈർഘ്യമുള്ള ഹ്രസ്വചിത്രം ഇനി മുതൽ ജലഗതാഗത വകുപ്പിന്റെ ബോട്ടുകളിൽ പ്രദർശിപ്പിക്കും. ഇതോടൊപ്പം തന്നെ കായലിലുണ്ടാകുന്ന അപകട മരണങ്ങൾ കുറയ്ക്കുന്നതിനുള്ള മുൻകരുതലുകളും ചിത്രത്തിലൂടെ പ്രദർശിപ്പിച്ചു വരും. ഗതാഗത വകുപ്പ് ഡയറക്ടർ ഷാജി വി നായർ കായൽ മലിനീകരണം ഉറപ്പുവരുത്തേണ്ടതിന്റെ ആവശ്യകത എന്താണെന്നും അത് ജനങ്ങളുടെ കൂടി ഉത്തരവാദിത്വമാണെന്നും ബോധിപ്പിക്കുന്ന തരത്തിലുള്ള വീഡിയോ ദൃശ്യങ്ങളുണ്ടാവും. അതോടൊപ്പം ജലയാത്ര വളരെ സുരക്ഷിതമാകണം എന്ന ഉദ്ദേശത്തോടു കൂടി ഈ സുരക്ഷാ എക്യുപ്മെൻറ്റുകളുടെ ഉപയോഗം ആവശ്യകത എന്താണ്, അത് ഏത് തരത്തിലാണ് ഉപയോഗിക്കപ്പെടേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ജലഗതാഗത വകുപ്പിന്റെ കീഴിലുള്ള 52 ബോട്ടുകളിലാണ് ഇനി മുതൽ ഈ ചിത്രം പ്രദർശിപ്പിക്കുന്നത്. ബോട്ടിലെ ചിത്ര പ്രദർശനത്തിന്റെ ഉദ്ഘാടനത്തിന് കുടുംബസമേതമാണ് മന്ത്രി കുട്ടനാട്ടിലെത്തിയത്. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ.